അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്രയും പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആദരണീയ റമളാൻ മാസം, അതിൻ്റെ 2 രാവുകളും 1 പകലും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. എത്ര വേഗത്തിലാണ്! അനർഘ നിമിഷങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ മാസത്തിൻ്റെ രാവ് പകലുകൾ ഓരോന്നും അതിലെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ റഹ്മാനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബുഹു വതർളാ ഹിലാല റുഷ്ദിൻ വ ഖൈർ റബ്ബി വ റബ്ബുക്കല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നോമ്പ് കർമ്മം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുതിബ അലൈക്കുമുസ് സിയാം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എന്നതുപോലെ സത്യവിശ്വാസികളായ നിങ്ങൾ എല്ലാവർക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തഖ്വ ഉള്ളവരാവാൻ. ധർമ്മനിഷ്ഠയാണ്, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് തഖ്വ. കരുണാമയനായ സൃഷ്ടാവിൻ്റെ വളരെ ഉന്നതമായ താൽപ്പര്യമാണ് തൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മനുഷ്യർ നല്ലവരാവണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാവണം എന്ന്. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരും ഗ്രന്ഥങ്ങളും മാർഗദർശനങ്ങളും തഖ്വ കൊണ്ടുള്ള ഉപദേശവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ മറ്റൊരു വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ ആകമാനം വിളിച്ചുകൊണ്ടുള്ള ആഹ്വാനം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ജന്മവും ജീവിതവുമെല്ലാം നൽകിയ, നിങ്ങൾക്ക് മുമ്പ് ഇന്നോളം കഴിഞ്ഞുപോയ എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവും രക്ഷകനും അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ, ധർമ്മനിഷ്ഠയുള്ളവരാവാൻ. ജീവിതത്തിൽ മനുഷ്യനെ പാകപ്പെടുത്താൻ, അവനെ തെറ്റുകൾ തിരുത്തി നന്മകളിലേക്ക്, പുണ്യങ്ങളിലേക്ക് എത്തിക്കാൻ, സംസ്കരിക്കാൻ മതിയായ കർമ്മം, അവനെ തഖ്വയുള്ളവനാക്കാൻ പറ്റിയ അനുഷ്ഠാനം നോമ്പാണ്, വ്രതമനുഷ്ഠിക്കലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോമ്പനുഷ്ഠിക്കണമെന്ന് കൽപ്പിക്കാൻ കാരണം? ഒരുപാട് അനുഷ്ഠാനങ്ങൾ വേറെയുമുണ്ടല്ലോ. നോമ്പിന് തുല്യതയില്ലാത്ത അസാധാരണമായ സവിശേഷതകളുണ്ട്. മഹാനായ സഹാബി അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു പുണ്യം ചെയ്യാൻ പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. സ്വർഗത്തിൽ പ്രവേശിക്കാൻ മതിയായ കർമ്മമേതെന്ന് അന്വേഷിച്ചു. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പനുഷ്ഠിക്കുക, അതുപോലെ മറ്റൊരു കർമ്മവുമില്ല.
ഇമാം അഹമ്മദും നസായിയും ഇബ്നു മാജയും ഇബ്നു ഹിബ്ബാനും എല്ലാം ശേഖരിക്കുകയും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പ്രാമാണികമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത വചനമാണിത്. റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ. എന്തുകൊണ്ട് നോമ്പിന് ഇത്ര വലിയ സ്വാധീനം? എന്താണ് അതിൻ്റെ സ്ഥാനം? വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് പ്രയോഗങ്ങളിൽ നോമ്പിനെക്കുറിച്ചു പരാമർശിക്കുന്നുണ്ട്. അതിൽ പലതും പരിഹാരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കിയിട്ടുള്ള ശാരീരികവും സാമ്പത്തികവുമായ ഒട്ടേറെ സാഹസങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഹജ്ജ് കർമ്മം, അതോടൊപ്പമുള്ള ഉംറ കർമ്മം, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ പോലും വന്നുപോയ പിഴവുകൾക്ക് പരിഹാരം അടുത്ത വർഷം വന്ന് മറ്റൊരു ഹജ്ജ് ചെയ്യുക എന്നതല്ല, മറിച്ച് നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഖുർആനിൻ്റെ വചനങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പരസ്പരമുള്ള കരാറുകൾ ലംഘിക്കാൻ പാടില്ല, വാക്കുകൾ പാലിക്കാനുള്ളതാണ്. എന്നാൽ അത്തരം ഒരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പല പരിഹാരങ്ങളും നിർദ്ദേശിച്ചതു കാണാം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ അന്തിമ പരിഹാരമായി 3 ദിവസം നോമ്പെടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 89-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതുപോലെ ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ പുണ്യഭൂമിയിൽ പോയവർ കർമ്മം പൂർത്തിയാവാതെ ഇഹ്റാമിൽ നിന്നും വിരമിക്കാൻ പാടില്ല. അതിനിടയ്ക്ക് തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യാൻ പാടില്ല. എന്നാൽ രോഗം മൂലമോ മറ്റു അനിവാര്യമായ കാരണങ്ങളാലോ മുടി നീക്കം ചെയ്യേണ്ടി വന്നാൽ ഇഹ്റാമിൻ്റെ ആ നിബന്ധനയെ, ആ ചിട്ടയെ ലംഘിക്കേണ്ടി വന്നാൽ അതിന് പരിഹാരമായി നോമ്പനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ബഖറ 196-ാമത്തെ വചനം. അതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി അവിടെ ഇതര ജീവികളെ വേട്ടയാടി പിടിക്കാനോ കൊല്ലാനോ പാടില്ല. ഇഹ്റാമിൻ്റെ ഈ ചിട്ട ലംഘിച്ചവന് പല പരിഹാരങ്ങളും നിർദ്ദേശിച്ചപ്പോൾ അന്തിമമായ വിധി നോമ്പനുഷ്ഠിക്കണമെന്നതാണ്. സൂറത്തുൽ മാഇദ 95-ാമത്തെ വചനം. മറ്റൊരു വചനം, ഹജ്ജിനുള്ള യാത്രയിൽ നേരത്തെ ഉംറ കഴിഞ്ഞു, ഹജ്ജിൻ്റെ ദിവസം ആരംഭിക്കുന്നത് വരെ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു, സ്വതന്ത്രമായ അവസ്ഥയിൽ സാധാരണ പോലെ കഴിഞ്ഞുകൂടാം. ദുൽഹജ്ജ് 8-ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കും. ഈ ഇടവേളയിലുള്ള ഇത്രയും ദിവസങ്ങളിൽ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചതിനു പകരം ബലിയറുക്കണം. അതിന് സാധിക്കാത്തതിന് പരിഹാരമായി 10 ദിവസം നോമ്പെടുക്കണമെന്ന് നിർദ്ദേശിച്ചത് കാണാം. പിന്നെയുമുണ്ട് നോമ്പിൻ്റെ നിർദ്ദേശങ്ങൾ പരിഹാരമായി കടന്നു വരുന്നു. ഇവിടെയൊക്കെ വളരെ ചിട്ടയോടെ കണിശമായ നിഷ്ഠയിൽ ഇഹ്റാമിൽ പ്രവേശിച്ചും അതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ അതീവ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ കഴിഞ്ഞുകൂടേണ്ടുന്ന മനുഷ്യനിൽ വന്നു പോകുന്ന പിഴവുകൾ, അതിൻ്റെ ലംഘനങ്ങൾ, അതിന് പരിഹാരമായി കടന്നു വരുന്നത് വ്രതാനുഷ്ഠാനമാണ്. മറ്റൊന്ന് നോക്കൂ, സൂറത്തുൽ മുജാദിലയിലെ 4-ാമത്തെ വചനം, ദാമ്പത്യ ബന്ധത്തിൻ്റെ മഹത്വവും പവിത്രയും പാലിക്കാതെ ഭാര്യയോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന പരുഷനായ പുരുഷൻ അതിൻ്റെ പ്രായശ്ചിത്തമായി അടിമയെ മോചിപ്പിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ആ തുടർച്ച തെറ്റിപ്പോയാൽ വീണ്ടും ആദ്യം മുതൽ 2 മാസം പൂർത്തിയാക്കണം. ഖുർആനിൽ നേരിട്ട് പറഞ്ഞ നിർദ്ദേശമാണ്. അള്ളാഹുവുമായി എടുക്കുന്ന അതിശക്തമായ കരാർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അവിടെ അതിന് ലംഘനമുണ്ടാവുന്ന അരുതായ്മകൾ സംഭവിക്കുമ്പോൾ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നിയന്ത്രണമില്ലാതെ കടന്നു പോകുന്ന പുരുഷനെ, ഭർത്താവിനെ പിടിച്ചു വയ്ക്കാൻ, നിയന്ത്രിക്കാൻ, അവനെ അരുതായ്മകളിൽ നിന്ന് മോചിപ്പിക്കാൻ നോമ്പാണ് പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സൂറത്തുൻ നിസായിലെ 92-ാമത്തെ വചനം, അന്യായമായി രക്തം ചിന്താൻ പാടില്ല. ഒരാളുടെയും ജീവൻ അപഹരിച്ചുകൂടാ. അബദ്ധവശാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെയോ മുസ്ലിങ്ങളുമായി പരസ്പരം സമാധാന സന്ധിയിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെയോ ജീവൻ അപകടപ്പെടുത്തിയാൽ, അയാളെ കൊല ചെയ്യാനിടയായാൽ സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കണം. കൊല്ലപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും വേണം. അതിനൊന്നും സാധിക്കാത്ത അവസ്ഥയിൽ അന്തിമ പരിഹാരമായി നോമ്പനുഷ്ഠിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള അനേകം അവസരങ്ങൾ, നിർണായകമായ ഘട്ടങ്ങളിൽ പണമോ മറ്റെന്തെങ്കിലും പരിഹാരമോ അല്ല, വീണ്ടും കർമ്മങ്ങൾ ആവർത്തിക്കുകയല്ല, മനുഷ്യനെ നിയന്ത്രിത ജീവിതത്തിലേക്ക്, സംസ്കൃത സ്വഭാവത്തിലേക്ക്, പാപമുക്തമായ വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലെ ശക്തമായ സ്വാധീനമുള്ള വേറെ കർമ്മമില്ല. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് ഇവിടെയൊക്കെ പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ ഇദ്ല ലഹു. താങ്കൾ നോമ്പനുഷ്ഠിക്കുക, അതിന് പകരമായി മറ്റ് യാതൊന്നുമില്ല. ഇത്ര മഹത്തായ അനുഗ്രഹീതമായ ഈ കർമ്മത്തിൻ്റെ അതിപാവനമായ നിമിഷങ്ങൾ, ദിവസങ്ങൾ, ഒരു മാസക്കാലം മുഴുവൻ നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ്. യഥോചിതം അതിനെ സ്വീകരിക്കാനും ആചരിക്കാനും അതിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇന്നാ ലിദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വദുആനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.